കഴിഞ്ഞ തിങ്കളാഴ്ച ചമ്പംകുളം വള്ളംകളിയിൽ ഒരുത്തൻ തുണി പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. വള്ളത്തിന്റെ മേലെ ഇരുന്നിട്ടാണ് ആള് തുണി പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വെള്ളത്തിലാണോ ഇനി അയാളും വെള്ളത്തിലാണോ എന്നുള്ളത് എനിക്കറിയില്ല. ആൾ ആ കൂടെ ഇട്ട ഒരു കീറിയ ബനിയനും ഒരു ജെട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതാണെങ്കിൽ സുഖമായിട്ട് പൊക്കി കാണിക്കുകയും ചെയ്തു. ഭാഗ്യം അന്ന് അവധി കൊടുത്തിട്ടില്ല. നിങ്ങൾക്കൊന്നും ആണിന്റെ വില എന്താണെന്ന് അറിയില്ല. പെണ്ണുങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തുണി അഴിച്ച് കാണിച്ച് വൈറലാണോ പറഞ്ഞിട്ട് ആണുങ്ങളും തുണി അഴിച്ച് കാണിക്കാൻ നിന്ന ഇത് എവിടുത്തെ ഇതാണ്? ഈ ചമ്പംകുളം വള്ളംകളിക്ക് ഒരു ഐതിഹ്യമുണ്ട്. എന്താണെന്നറിയോ? പണ്ട് ചമ്പംകുളത്തെ രാജാവ് അമ്പലപ്പുഴയ്ക്ക് പോണ വഴിക്ക് ഒരു ദേവിയുടെ പ്രതിഷ്ഠ കൊണ്ടുപോണ ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വള്ളംകളി നടത്തുന്നത്. അതിന് ഒരു മഹത്വമുണ്ട്. അത് മൂലം നാളിലാണ് എപ്പോഴും നടത്താറുള്ളത്. അല്ലാണ്ട് തന്റെ മൂലം പൊക്കി കാണിക്കാനുള്ള ഒരു വേദിയല്ല ചമ്പംകുളം വള്ളംകളി. അപ്പോൾ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ശ്രീജുഷ. നമസ്കാരം. പ്രധാന വാർത്തകളിൽ ഇന്ന് പ്രധാനമായിട്ടുള്ളത് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് അദാനി പോർട്ട് ലിമിറ്റഡിന്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ സർക്കാർ അനുമതിയില്ലാതെ അദാനി ഗ്രൂപ്പ് നടത്തിയ നീക്കത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തള്ളി. സർക്കാരിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയുള്ള ഓഹരി കൈമാറ്റ പ്രഖ്യാപനത്തിൽ അദാനി പോർട്സിന്റെ മാനേജ്മെന്റിനെ മുഖ്യമന്ത്രി അസംതൃപ്തി അറിയിച്ചു. അതായത് ഏകദേശം 27,000 കോടിയുടെ നിക്ഷേപമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് അദാനി ഗ്രൂപ്പ്സ് സർക്കാരുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്തിയിട്ടില്ല. മാത്രമല്ല 2024 ഡിസംബർ 4-ാം തീയതി തന്നെ അവിടെയുള്ള വികസന പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ അവരുടെ 49% ഷെയർ അവർ മറ്റൊരു കമ്പനിക്ക് എഴുതി കൊടുത്തത് സർക്കാരിന് യാതൊരു തരത്തിലുള്ള അറിവോ അല്ല അവരോട് പറയുകയോ ചെയ്യാതെയാണ്. മാത്രമല്ല വി.ഡി. സതീശൻ ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് ഞാൻ വാർത്തകളിലൂടെയാണ് അറിയുന്നത്. അതായത് അദ്ദേഹം കരാറിനെ കുറിച്ചുള്ള യാതൊരു അറിവുകളും അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്നില്ല. അവര് കാര്യങ്ങൾ കൈമാറിയതിനെ കുറിച്ച് അദ്ദേഹത്തെ മുൻപ് അറിയിച്ചിരുന്നില്ല എന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിരുന്നു. മറ്റൊരു വാർത്ത നെറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നെറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നിരുന്നത്. ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള പേരിലൊക്കെ. അതേപോലെ മറ്റൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ നെറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയിലെ 150 ചോദ്യങ്ങളിൽ 67 എണ്ണം 2024 അതേ ചോദ്യങ്ങൾ ചിന്തകരുടെ പേരുകൾ തെറ്റിച്ചും വാക്കുകൾ മറിച്ചെഴുതിയും പിഴവിന്റെ കൂമ്പാരമായി സോഷ്യോളജി ചോദ്യക്കടലാസ്, സൈക്കോളജി ചോദ്യങ്ങളിൽ പലതും സിലബസിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തത്, ചോദ്യങ്ങളുടെ ഹിന്ദി പരീക്ഷയാകട്ടെ AI ഉപയോഗിച്ച് വികലമായി മൊഴിമാറ്റം ചെയ്ത രീതിയിലും. അതായത് വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 67 ചോദ്യങ്ങൾ, അതായത് 150 ചോദ്യങ്ങളിൽ 67 ചോദ്യങ്ങളാണ് സെയിം. അതായത് ഇതിൻ്റെ ഓപ്ഷൻസിന് പോലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. അത് മാത്രമല്ല ഹിന്ദി എക്സാമിന് AI ഉപയോഗിച്ച് അതായത് ഒരു നിലവിലുള്ള ഒരു സാധനം മൊഴിമാറ്റം നൽകി അതേപോലെ നൽകുകയാണ് ചെയ്തത്. ഇത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു വാർത്ത മദ്യവുമായി ബന്ധപ്പെട്ടതാണ്. മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണം. കേരളത്തിൽ മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണമെന്ന നിബന്ധന കർശനമാക്കാൻ സർക്കാർ തീരുമാനം. 23 വയസ്സ് എന്ന പരിധി വച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ലിജു ആണ് കർശനമാക്കുന്നതുമായി സംബന്ധിച്ച് ശുപാർശ നൽകാൻ എക്സൈസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ കൂടി അംഗീകാരം തേടിയതിനു ശേഷം മദ്യനയത്തിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതായത് വീര്യം കുറഞ്ഞ മദ്യം ആളുകളിലേക്ക് എത്താൻ പോവുകയാണ്. അത് ഇന്നലെ നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്താണ് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയൊരു നയം കൂടി, അതായത് 23 വയസ്സാകാതെ ആർക്കും മദ്യം നൽകരുത്, നിയമപരമായി നൽകാൻ പാടില്ലെന്ന ഓൾറെഡി അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി കർശനമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ നിയമം കൂടി മദ്യനയത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് മന്ത്രി M. ലിജു പറയുന്നത്. മറ്റൊരു വാർത്ത മലയാള സിനിമാ സംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ശ്വേതയുടെ രാജി പ്രഖ്യാപനം മാത്രം എന്നുള്ളതാണ്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം സംഘടനാ അംഗത്വവും രാജിവെച്ചതായി ശ്വേതാ മേനോൻ നടത്തിയത് പ്രസംഗം മാത്രമാണെന്ന് അഡ്ഹോക് സമിതി.
ഔദ്യോഗികമായി ആരും രാജി സമർപ്പിച്ചിട്ടില്ലെന്നും വ്യക്തമായി. ഫലത്തിൽ സാങ്കേതികമാണെങ്കിലും ശ്വേത പ്രസിഡന്റായ ഭരണസമിതി നിലനിൽക്കും. ഭരണസമിതിയുടെ രാജി പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ ജനറൽ ബോഡി ചുമതലപ്പെടുത്തിയ താൽക്കാലിക സമിതി ഇന്നലെ രണ്ടാം യോഗം ചേർന്നു. ജൂൺ 21 നടന്ന ജനറൽ ബോഡിയിലുണ്ടായ രൂക്ഷമായ തർക്കങ്ങളുടെയും വിമർശനങ്ങളുടെയും അവിശ്വാസ പ്രമേയ ഭീഷണികളുടെയും പശ്ചാത്തലത്തിലാണ് ശ്വേതാ മേനോൻ പദവി ഒഴിയുകയാണെന്നും അംഗത്വം രാജിവെക്കുകയാണെന്നും പ്രഖ്യാപിച്ചത്. പിന്നാലെ 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആകെ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ MLA ആയ രമേശ് പിഷാരടി പറയുന്നത് അന്ന് 17 പേരടങ്ങുന്ന അമ്മയിലെ അംഗങ്ങൾ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് അവർ രാജി സമർപ്പിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് സാങ്കേതികമായി ഇപ്പോഴും അമ്മ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ തന്നെയാണ്. അതുമാത്രമല്ല 17 അംഗങ്ങളും ഔദ്യോഗികമായി അതിലുള്ള മെമ്പേഴ്സ് തന്നെ, അതായത് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും. അടുത്തൊരു ന്യൂസാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ ജപ്പാൻ റഡാർ. അതായത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാൻ നാവികസേന കപ്പലുകളെ സഹായിക്കുന്ന യൂണിക്കോൺ റഡാർ ഇന്ത്യയും ജപ്പാനും കൂടി സംയുക്തമായി നിർമ്മിക്കും. ഇരു രാജ്യങ്ങളുടെ ആദ്യ സംയുക്ത പ്രതിരോധ സഹകരണ പദ്ധതിയാണ് ഇത്. അപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കൈച്ചിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ച് നടക്കുന്ന ഫോട്ടോ ഒക്കെ എന്തായാലും കേരള കൗമുദിയുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കൽ ഇറാൻ്റെ പറഞ്ഞിട്ട് ഇസ്രായേലുകാർ ഇന്ത്യൻ കപ്പലൊക്കെ ഒന്ന് ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതിരോധമായിട്ടാണ് ഇത് ഉണ്ടായിരുന്നായിരുന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ പറയണത് ഇറ്റലിയിലെ പ്രധാനമന്ത്രിയെ ഒഴിവാക്കി ഇപ്പോൾ ജപ്പാനിലെ പ്രധാനമന്ത്രിയെ പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഓരോരോ ഗോസിപ്പുകളുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ വിജയ് ഫാൻസിന് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. KVM പ്രൊഡക്ഷൻസ് ഇത്രയും കാലം മുമ്പ് പറഞ്ഞത് ജനനായകൻ മിക്കവാറും ഇറക്കാൻ പറ്റില്ല, കാരണം ഡിസ്ട്രിബ്യൂട്ടറായിട്ട് KVM പ്രൊഡക്ഷൻ നല്ല അടിയായിരുന്നു. ഇടയിൽ വിജയ് അടക്കാതെ ഇടപെട്ടിട്ട് അത് കുറച്ച് അലങ്കോലായി. കാരണം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ അടുത്ത് പൈസ മൊത്തം പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറാണെങ്കിൽ പൈസ കൊടുത്തു ഉണ്ടായിരുന്നില്ല. ഒക്കെ പ്രശ്നം നടക്കായിരുന്നു. പിന്നെ ടോക്സിക് ഇറക്കാൻ പറ്റാണ്ട് ഇരിക്കണവും കൊണ്ട് ടോക്സിക് ഇറക്കിയിട്ട് ജനനായകൻ ഇറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും ആഗസ്റ്റ് ആദ്യവാരത്തിൽ ജനനായകൻ റിലീസാകാൻ പോവാണ്. ഒരു ന്യൂസും കൂടി എന്തായാലും വരുന്നു. 1.2 കോടി ജനങ്ങളാണ് ഓൺലൈനിലൂടെ ജനനായകൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ആർക്കും വ്യാജപതിപ്പ് കിട്ടിയിട്ടില്ല. എല്ലാം വെളിനാട്ടിലുള്ളവർക്കാണ് കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരെന്തായാലും കണ്ടാലും ഇനിയിപ്പോൾ എത്ര പേര് വ്യാജപതിപ്പ് കണ്ടാലും എന്തായാലും വിജയിൻ്റെ സിനിമ വരുമ്പോൾ അത് എന്തായാലും കളക്ഷൻ റെക്കോർഡ് ഇടും. അത് എത്ര നല്ല പടമാണെങ്കിലും എത്ര മോശം പടമാണെങ്കിലും അതാണ് വിജയ് എന്ന ബ്രാൻഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം വിജയന്റെ ജനനായകന് വേണ്ടിയിട്ട്. ഞാനും കട്ട വെയിറ്റിംഗ് തന്നെയാണ്. മറ്റൊരു വാർത്ത സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ബോളിവുഡിലേക്ക് നമ്മുടെ നീലി. ബോളിവുഡ് ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ കൈകോർക്കാൻ ഒരുങ്ങി കല്യാണി പ്രിയദർശനും രൺവീർ സിംഗും. കല്യാണിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമാണിത്. 300 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പ്രളയ് എന്ന സർവൈവർ ത്രില്ലർ ആയിരിക്കും ഈ പടം. മാത്രമല്ല സോംബികൾ, അതേപോലെ വിചിത്ര രൂപികൾ എന്നിവയായിരിക്കും ഇതിലെ പ്രധാന തീം എന്നും വാർത്തയിൽ വരുന്നുണ്ട്. മെയിനായിട്ട് ബോളിവുഡിലെ ആദ്യത്തെ സോംബി മൂവിയാണെന്നാണ് പറയുന്നത്. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. പെട്രോൾ ഡീസൽ വില അങ്ങനെയൊന്നും കുറയ്ക്കാൻ പറ്റില്ല. ക്രൂഡ് ഓയിലിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് നല്ല വില കയറ്റമാണ്. കാരണം എന്തായാലും യുദ്ധമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ വെറും 5% മാത്രമാണ് ഇന്ത്യ പെട്രോളിന് വില കൂട്ടിയത്. അപ്പോൾ പെട്രോളിന് വില കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആക്ഷേപമൊക്കെ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെന്തായാലും വില കുറയ്ക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ക്രൂഡ് ഓയിലിന് ഇത്രയും വില കൂടിയിട്ട് നയാര പെട്രോൾ ശരിക്കും പറഞ്ഞാൽ 5 രൂപ കമ്മിയാക്കിയിട്ടുണ്ട്. സാധാരണ ഇവിടെ HP ഇന്ത്യനെക്കാട്ടിലും എത്രയോ ക്വാളിറ്റി കൂടിയ പെട്രോളാണ് നയാര കൊടുക്കുന്നത്. അവർക്ക് 5 രൂപ കമ്മിയാക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തും കൊണ്ട് പറ്റുന്നില്ല. ആ ബിസിനസ് തന്ത്രം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവർക്ക് കിട്ടുന്ന ക്രൂഡ് ഓയിൽ തന്നെയല്ലേ നിങ്ങൾക്കും കിട്ടുന്നത്, അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കൂടെ ജിയോ പെട്രോൾ മാത്രമാണ് ക്രൂഡ് ഓയിൽ ശരിക്കും പറഞ്ഞാൽ വാങ്ങാത്തുള്ളൂ. കാരണം അവർക്ക് അവരുടേതായ പ്ലാന്റ് തന്നെ മുംബൈയിലുണ്ട്. അതുകൊണ്ട് അവർ ഡയറക്റ്റ് എടുക്കേണ്ട, അവർക്ക് അത് വില കുറവിൽ തന്നെ കൊടുക്കുന്നതും അത് വേറെ കാര്യം. പിന്നെ അടുത്തൊരു ന്യൂസാണ് കോഴിത്തീറ്റയ്ക്ക് തീ വില. പൊതുവേ മഴക്കാലമാകുമ്പോൾ വളം, കോഴിത്തീറ്റ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടാറുണ്ട്. ഒരു ന്യൂസ് തന്നെയാണ് ഇവിടെ കൂടുതലും കൊടുത്തിരിക്കുന്നത്. കോഴിത്തീറ്റയ്ക്ക് ഇപ്പോൾ സ്റ്റാർട്ടറിനൊക്കെ 50 രൂപ ഉണ്ടായി, അവിടെ ഇപ്പോൾ 75 രൂപയൊക്കെ ആയിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ തുടരും, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരു വാർത്ത,
ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചുള്ളതാണ്. 1 മാസം കൊണ്ട് പിടിച്ചെടുത്തത് 30 കോടിയുടെ ലഹരി വസ്തുക്കൾ. കേരളത്തിലെ വിദ്യാലയത്തിലും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് വരുന്ന ലഹരി മാഫിയയുടെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നേർക്കോ ഹണ്ട് പദ്ധതി 1 മാസം പിന്നിടുമ്പോൾ 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ലഹരിവേട്ടയുടെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 3706.743 ഗ്രാം MDMA ആണ് ഇതിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം വ്ളോഗർ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ക്യൂട്ട്നെസ് കാണിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു. പക്ഷെ അവരുടെ അടിവസ്ത്രത്തിന്റെ ഇടയിലാണ് ലഹരി മരുന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അവര് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലും അത്യാവശ്യം നല്ല കിലോ കണക്കിനുള്ള MDMA ആണ് ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അത് മാത്രമല്ല, മദ്യലഹരിയിൽ കാർ ഓടിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ യുവതിക്കെതിരെ കേസ് എന്നുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അർദ്ധരാത്രി ദേശീയപാതയിലൂടെ മദ്യലഹരിയിൽ കാർ ഓടിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ യുവതിക്കെതിരെ കേസ്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ ശ്രദ്ധ നേടിയ കാസർഗോഡ് പെരുമ്പള സ്വദേശിയായ ധന്യ എസ് രാജേഷിനെതിരെയാണ് കമ്പള പോലീസ് കേസെടുത്തത്. കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓ, അതിന്റെ പേര് ധന്യ എന്നാണല്ലേ? നമുക്ക് ഇത്രയും കാലം അറിയില്ല. അതിന്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇവിടെ ഈ ഇടയ്ക്ക് തൊപ്പിയെ പറ്റി പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് നല്ല കോമഡി ആയിരുന്നു. വിമർശിച്ച രീതി നന്നായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. പക്ഷെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ സ്വയം എന്താണെന്നും കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വാർത്ത ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു. വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ കുറിച്ചുള്ള ഒരു വാർത്ത. അതിന്റെ ബാക്കി വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ചാലോട് കള്ളോളം സ്വദേശി കെ വിപിനെയാണ് മട്ടന്നൂർ AEO കെ ബിന്ദു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 15 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. ബോർഡിൽ എഴുതിയ പേര് പകർത്തി എഴുതാൻ വൈകിയതിനാണ് കൈകൊണ്ട് വിദ്യാർത്ഥിയുടെ മുതുകിൽ അടിച്ചതെന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ മൊഴി. പിന്നെ അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. ഇന്ന് പോർച്ചുഗലിന്റെ കളി ഉണ്ടാവുന്നതാണ് ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ പോർച്ചുഗലിന്റെ കളി കഴിഞ്ഞു. എന്തായാലും ക്രിസ്ത്യാനോ ഗോൾ അടിച്ചു. കഴിഞ്ഞ 2 കളിയായിട്ട് ക്രിസ്ത്യാനോ അത്ര നന്നായി കളിക്കാത്തതുകൊണ്ട് പോർച്ചുഗൽ ഫാൻസിനൊക്കെ നല്ല നിരാശയായിരുന്നു. ഇപ്പൊ ആ നിരാശ എന്തായാലും മാറി. അവർക്ക് എന്തായാലും ആഘോഷിക്കാനുള്ളതായി അടുത്ത കളി വരെ. അത് പക്ഷേ ടോപ്പ് സ്കോററിൽ ഇപ്പോഴും ക്രിസ്ത്യാനോയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ടോപ്പ് സ്കോററിൽ എല്ലാവർക്കും അറിയാം മെസ്സിയാണ് നിൽക്കുന്നത്. പിന്നെ ഫ്രാൻസിലെ എംപാപ്പയാണ് നിൽക്കുന്നത്. പിന്നെ ഇംഗ്ലണ്ടിലെ ഹാരി കെയ്നും പിന്നെ ഉസ്മാൻ ഡംബാലയാണ് നിൽക്കുന്നത്. ഉസ്മാൻ ഡംബാലയും ഫ്രാൻസിലെ ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവർ 4 പേരിൽ ആരെങ്കിലുമാണ് സെമി ഫൈനലിൽ കടക്കുക എന്നുള്ളത് ഇപ്പൊ തന്നെ അത്യാവശ്യം പ്രഡിക്ഷൻസ് ഒക്കെ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അർജന്റീനയുടെ കളിയാണ്. അർജന്റീനയുടെ കളി നാളെ പുലർച്ചെയാണ് നടക്കുന്നത്. ഇന്നത്തെ പത്രവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും പത്രവാർത്തകളുമായി കാണാം. നന്ദി, നമസ്കാരം.